6 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു പ്രൈമറി സ്കൂളിലേക്ക് പുതിയതായിട്ട് നിർമ്മിച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം ബോംബിടുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഏതെങ്കിലും ഹോളിവുഡ് സിനിമയിലെ ക്രൂരനായ വില്ലന്റെ ചെയ്തിയായി ഇതിനെ തള്ളിക്കളയാൻ വരട്ടെ. ഇത് സിനിമയല്ല, നമ്മുടെ കൺമുന്നിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ബാധ്യസ്ഥരായ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും വാചാലരാകുന്ന ചില വൻശക്തികൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ നേർചിത്രമാണിത്. പുതിയ ആയുധങ്ങളുടെ പ്രഹരശേഷി പരീക്ഷിക്കാൻ അവരിന്ന് തെരഞ്ഞെടുക്കുന്നത് ശത്രുവിൻ്റെ സൈനിക താവളങ്ങളെയല്ല, മറിച്ച് യാതൊരു പ്രതിരോധവുമില്ലാത്ത നാളെയുടെ വാഗ്ദാനങ്ങളായ കൊച്ചുകുട്ടികളെയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ മുഖം പുറത്തു വരുമ്പോൾ ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങുകയാണ്. യുദ്ധം എന്നത് രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ട് പഠിച്ചിട്ടുണ്ട്. ആയുധം ഏന്തിയവർ തമ്മിലുള്ള പോരാട്ടം. എന്നാൽ ഇവിടെ ആ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സിവിലിയൻ കേന്ദ്രങ്ങളെ, പ്രത്യേകിച്ച് സ്പോർട്സ് കേന്ദ്രങ്ങളെയും വിദ്യാലയങ്ങളെയും അവർ വളരെ കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നു. ആ കൊച്ചു പെൺകുട്ടികൾക്ക് എന്ത് പിഴച്ചു എന്ന് ആരും ചോദിക്കുന്നില്ല. തങ്ങളുടെ പുതിയ മിസൈലുകൾ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് അളക്കാൻ മനുഷ്യജീവനുകളെ, അതും സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ജീവനുകളെ ഉപയോഗിക്കുന്നു എന്നത് ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നാണ്. കുറ്റമറ്റ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട ഈ ആക്രമണങ്ങൾ കാണിക്കുന്നത് ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നും വളരെ ആസൂത്രിതമായിട്ട് നിരപരാധികളെ കൊന്നൊടുക്കാനുള്ള തന്ത്രമാണെന്നുമാണ്. എന്നാൽ ഈ സാമ്രാജ്യത്വ ക്രൂരത അവിടെയും കൊണ്ടും അവസാനിക്കുന്നില്ല. ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ ഇല്ലാതാക്കാൻ തോക്കുകളും ബോംബുകളും മാത്രം പോരാ എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. ജനങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കണം, അവരെ നിസ്സഹായരാക്കണം. അതുകൊണ്ടാണ് അവരെ ഇറാന്റെ മരുന്ന് നിർമ്മാണ ശാലകൾക്ക് നേരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഒരു യുദ്ധത്തിൽ ഏറ്റവും സുരക്ഷിതമായി ഇരിക്കേണ്ട ഇടങ്ങളാണ് ആശുപത്രികളും മരുന്ന് കമ്പനികളും എന്ന് ജനീവ കൺവെൻഷൻ പോലും പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പുതിയ തന്ത്രം തികച്ചും വിനാശകരമാണ്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് മരുന്ന് കണ്ടെത്തുന്ന സാധാരണക്കാരുടെ ജീവൻ നിലനിർത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെ അവർ ബോധപൂർവം ലക്ഷ്യം വെക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ക്യാൻസർ രോഗിക്ക് കൃത്യസമയത്ത് മരുന്ന് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് അവർക്ക് നേരെ നേരിട്ട് തോക്കു ചൂണ്ടി വെടിയുതിർക്കുന്നതിന് തുല്യമല്ലേ? മരുന്നുകളുടെ വിതരണ ശൃംഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്നതിലൂടെ ഒരു ജനതയെ മുഴുവൻ നിസ്സഹായരാക്കി കൊന്നൊടുക്കുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം. ഇതൊരു സാധാരണ യുദ്ധതന്ത്രമല്ല, മറിച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു തരം ബയോളജിക്കൽ ഭീകരാക്രമണം തന്നെയാണ്. മരുന്നുകൾ ഇല്ലാതെ മനുഷ്യർ വാർഡുകളിൽ നരകിച്ചു മരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൈനിക ബുദ്ധിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത്യാവശ്യ ജീവൻ രക്ഷാ മരുന്നുകളുടെ ഉൽപ്പാദനം നിർത്തിവെക്കാൻ നിർബന്ധിതരാകുന്നതിലൂടെ ഇറാന്റെ ആരോഗ്യ മേഖല വലിയൊരു പ്രതിസന്ധിയാണ് പിന്നീട് നേരിടുന്നത്. ആശുപത്രികളിൽ കിടക്കുന്ന രോഗികൾ പോലും സുരക്ഷിതരല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം ഈ ക്രൂരതകൾക്ക് കുടപിടിക്കുന്നതിന് തുല്യമാണ്. ഈ സാഹചര്യത്തിൽ നാം സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇറാൻ ഇതിന് എങ്ങനെയായിരിക്കും മറുപടി നൽകുക എന്ന്. ശത്രുക്കൾ തങ്ങളുടെ കുട്ടികളെയും രോഗികളെയും ലക്ഷ്യം വെക്കുമ്പോൾ ഇറാനും അതേ നാണയത്തിൽ തിരിച്ചടിക്കുമോ? സിവിലിയന്മാരെ കൊന്നൊടുക്കാൻ അവരും മിസൈലുകൾ അയക്കുമോ? അവിടെയാണ് ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറുന്നത്. സിവിലിയന്മാരെ കൊന്നൊടുക്കുന്ന ആ തരം താണ തന്ത്രത്തിലേക്ക് ഇറാന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പകരം അവർ വളരെ കൃത്യമായിട്ടുള്ള സൈനിക ലക്ഷ്യങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഏറ്റവും ശക്തമായ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും പറക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തീരത്ത് വളരെ സുരക്ഷിതമെന്ന് കരുതി നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ മറീനുകളെയും ബഹ്റൈനിൽ അമേരിക്ക വലിയ പണം മുടക്കി സ്ഥാപിച്ചിരുന്ന അത്യാധുനിക ആന്റിഡ്രോൺ സിസ്റ്റങ്ങളെയും ഇറാന് വിജയകരമായിട്ട് തകർത്തു കഴിഞ്ഞു. ഈ ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക നേതൃത്വത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തവും ശക്തവുമാണ്. തങ്ങളുടെ നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ തൊട്ടാലേ നിങ്ങളുടെ ഏറ്റവും വലിയ സൈനിക കോട്ടകൾ പോലും ഈ മിഡിൽ ഈസ്റ്റിൽ സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാന് അടിവരയിട്ട് തെളിയിക്കുന്നു. ഒരു വശത്ത് നിരപരാധികളെ ലക്ഷ്യം വെക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തികൾ,
മറുവശത്ത് ശത്രുവിൻ്റെ സൈനിക കേന്ദ്രങ്ങളെ മാത്രം കൃത്യമായിട്ട് ആക്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധം. ഈ വലിയ വ്യത്യാസം ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. ശത്രുവിൻ്റെ സാങ്കേതിക വിദ്യ എത്ര വലുതാണെങ്കിലും തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ അതിനെ മറികടക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അത് അമേരിക്കൻ സൈന്യത്തിൻ്റെ അജയ്യത എന്ന മിഥ്യാധാരണയാണ് പൊളിച്ചെഴുതുന്നത്. യുദ്ധക്കളത്തിലെ ഈ സൈനിക തിരിച്ചടികൾക്ക് പുറമെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോവുകയാണ്. പുറത്ത് ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന ആ വലിയ ഹീറോ പരിവേഷമൊന്നും ഇസ്രായേലിന് ഇപ്പോൾ സ്വന്തം രാജ്യത്തിനുള്ളിൽ ഇല്ല എന്നതാണ് മൂടിവെക്കപ്പെടുന്ന സത്യം. മാസങ്ങളായിട്ട് തുടരുന്ന ഈ യുദ്ധം ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചിരിക്കുകയാണ്. ബിസിനസ്സുകൾ തകർന്നു, വിനോദസഞ്ചാരം പൂർണ്ണമായിട്ടും നിലച്ചു, വിദേശ നിക്ഷേപങ്ങൾ വലിയ തോതിൽ പിൻവലിക്കപ്പെടുന്നു. ഇതിനെല്ലാം പുറമെയാണ് സൈന്യത്തിൽ അനുഭവപ്പെടുന്ന ഭീമമായിട്ടുള്ള ആൾക്ഷാമം. ദിവസവും നിരവധി സൈനികരെ അവർക്ക് യുദ്ധമുഖത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ഈ കുറവ് നികത്താൻ അവർ കണ്ടുപിടിച്ച പുതിയ മാർഗം സ്വന്തം രാജ്യത്തിനുള്ളിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഹരേതി ജൂതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന തീവ്ര മതവിശ്വാസികളെ സൈന്യത്തിൽ നിർബന്ധമായിട്ട് ചേർക്കാൻ ഇസ്രായേൽ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആയുധമെടുക്കില്ലെന്നും തങ്ങളുടെ ജീവിതം പ്രാർത്ഥനയ്ക്കുള്ളതാണെന്നും പറഞ്ഞ് അവർ തെരുവിലിറങ്ങിയിട്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ യുദ്ധത്തിൽ മരിച്ചു വീഴുമ്പോഴും സമ്പദ് വ്യവസ്ഥ തകരുമ്പോഴും മറ്റൊരു വിഭാഗം മതത്തിൻ്റെ പേരിൽ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറുന്നത് സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെറുമൊരു അഭിപ്രായ വ്യത്യാസമല്ല, മറിച്ച് ഇസ്രായേൽ ഭരണകൂടത്തെ തന്നെ താഴെയിറക്കാൻ തക്ക ശേഷിയുള്ള ഒരു വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെക്കാൾ ഇന്ന് ഇസ്രായേൽ ഗവൺമെന്റ് ഭയക്കുന്നത് തങ്ങളുടെ സ്വന്തം രാജ്യത്തിനുള്ളിലെ ഈ വലിയ വിള്ളലുകളെയാണ്. ഒരു രാജ്യം സാമ്പത്തികമായും സാമൂഹികമായിട്ടും എങ്ങനെ തകരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം കേവലം മിഡിൽ ഈസ്റ്റിലെ മണലാരണ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. നാളത്തെ ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു വലിയ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഈ പോരാട്ടം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാകും നാം വീഴാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിക്കുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില കുതിച്ചുയരും, ചരക്ക് ഗതാഗതങ്ങൾ സ്തംഭിക്കും. അതോടെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അത്യാവശ്യ സാധനങ്ങളുടെ പോലും വില സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വർദ്ധിക്കും. വരാനിരിക്കുന്നത് വലിയൊരു ലോക ഭക്ഷ്യക്ഷാമത്തിന്റെ നാളുകൾ കൂടിയാണ് എന്ന് പല പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിതരണ ശൃംഖലകൾ തകരുന്നതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പട്ടിണി ഒരു യാഥാർത്ഥ്യമായിട്ട് മാറും. ഈ വരാനിരിക്കുന്ന വലിയ വിപത്ത് മുന്നിൽ കണ്ട് റഷ്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിഷയത്തിൽ ഇടപെടാനും ചില ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും മുൻകൈ എടുക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ ഒട്ടും ശുഭമല്ല. ഇരുവിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും അപ്പുറം വലിയ ആയുധങ്ങൾ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു സൈനിക ക്ലൈമാക്സിലേക്കാണ് ലോകം കണ്ണുംപൂട്ടി നടന്ന് അടുക്കുന്നത്. സമാധാനത്തിന്റെ വാതിലുകൾ ഓരോന്നായിട്ട് കൊട്ടിയടക്കപ്പെടുമ്പോൾ ഈ യുദ്ധം അവസാനിക്കുന്നത് ലോകഭൂപടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരിക്കും എന്ന് നാം ഭീതിയോടെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, ലോകക്രമം പഴയതുപോലെ ആയിരിക്കില്ല. വരും നാളുകൾ മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളുടെ നാളുകളായിരിക്കും. ചരിത്രം വഴിമാറുന്നത് നാം നേരിട്ട് കാണാൻ പോവുകയാണ്.